ആ കൊച്ചു തമ്പി, നീ വെറുതെ ബോട്ട് കടവിൽ നിന്ന് പടിഞ്ഞാറൻ കാറ്റ് കൊള്ളണ്ട. അവള് പാലത്തറയിലേക്കാ വരാൻ പോണത്. നീ വീട്ടിലേക്ക് പോടാ. പോടാ പാലുണ്ണി, അവള് മാടശ്ശേരിയിലേക്കാ വരാൻ പോണത്. അവളെ നോക്കിയാ നിക്കണെങ്കില് നീ വെറുതെ നിന്ന് വളിക്കത്തേ ഉള്ളൂ. പാലുണ്ണി വളിച്ചാ മോരുണ്ണി എന്ന് കേട്ടിട്ടുണ്ടോ? ചിരിക്കട്ടെ. മതി. എടാ കൊച്ചു തമ്പി, എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയ. നിന്റെ ബാലിൽ ഞാൻ നൂല് ചുറ്റി കല്ലടിപ്പിക്കൂടാ. അതാണ് എന്റെ നാട്. ആ നിൽക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ, പാലത്തറ. മറ്റേത് അച്ഛന്റെ വീട്ടുകാരും, മാടശ്ശേരി. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹായ്, അപ്പൊ നല്ല പുകിലാണല്ലോ. വരുന്നുണ്ട് ചേട്ടാ. പതുക്കെ വന്നാ മതി. ആദ്യം ഞാൻ ഇറങ്ങും. യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? മാടശ്ശേരിയിലേക്കുള്ള വഴി നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതവക്ക് ഓർമ്മ ഉണ്ടാവില്ലടാ മോളെ. പാലത്തറയിലേക്കുള്ള വഴി നീ പറഞ്ഞിട്ടില്ലല്ലോ, അത് മതി. മറന്നു, ആ വഴി ഞാൻ മറന്നു. പിന്നെ നീ എങ്ങോട്ടാടി വന്നത്? മാളികപ്പുര എന്നൊന്നുണ്ടല്ലോ, അത് നിങ്ങളൊക്കെ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അങ്ങോട്ടേക്ക്. ഞങ്ങളത് സമ്മതിക്കില്ല. പാലത്തറയില് നിന്നെ എല്ലാരും കാത്തിരിക്കുക. വാ മോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. പോടാ എറാം മൂളി. അങ്ങനെയോട് വരികയാണെങ്കിൽ മാടശ്ശേരിയിലേക്കായിരിക്കും വരിക. ഇത് പഠിച്ചു പറ്റി. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് തിന്നാം. ആപ്പിളൊന്നും കിട്ടിയില്ലേ? ഉണ്ട്, ഇതിനകത്തോട്ടുണ്ട്. നിങ്ങൾ രണ്ട് തടിമിടുക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്താ കാര്യം? ദാ അത് കണ്ടില്ലേ? എന്ത്? ഒരു പെൺകുട്ടിയായിട്ട് കുറെ പേര് കഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല. ആരാവര്? അവരേതോ നാടകക്കാരാന്നാ തോന്നുന്നു. നാടകക്കാർക്ക് അത്ര ധൈര്യോ? കണ്ടിട്ട് ചരിത്ര നാടകമാണെന്ന് തോന്നുന്നു. ശരിയാ, വാളും പരിചയൊക്കെ കണ്ടില്ലേ? ഏത് ട്രൂപ്പ് ഇത്? പാലത്തറാന്ന് മാടശ്ശേരി എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഏത് മാട്ട ട്രൂപ്പാ? എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. ചോദിക്കാം. ആരാടാ ഈ പാലത്തറ? നിക്കടാ. ആരാടാ ഈ മാടശ്ശേരി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ചത്? അവർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? ഇതു മോള് ധൈര്യമായിട്ട് വെക്കോ. ആരാ തടുക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. നടന്നോ? എല്ലാരും നടന്നോ? എന്റെ ദൈവമേ, കുഴപ്പമായി തോന്നുന്നേ. പറഞ്ഞ പോലെ കൂട്ടുകാരികളെല്ലാവരും വന്നിട്ടുണ്ട്. അടിച്ച് നിന്റെ ചെവിക്കുറ്റികളെ ഞാൻ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ പിരികേറ്റാതെ അവന്മാര് ചാടില്ലെന്ന് എനിക്കറിയാം. അനിതേ, നീ കുറച്ച് അതിര് കിടക്കുന്നുണ്ട്. ഛേ, ഇതൊക്കെ ഒരു തമാശയല്ലേ എന്റെ ഗീതു? തമാശ? നിനക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല. എടി, അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ. അത് നീ ആയിട്ട് എന്തിനാ മുടക്കുന്നത്? അല്ല, ഇറങ്ങണില്ലേ? ഇതാണാ വീട്? എന്താ ഇത് പോരെ? തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങ്. ഇറങ്ങല്ലേ? കൂടുതൽ എന്താ പാമ്പാ? തബല്ല. തവളയാ? തവളയല്ല, തബല്ല. ഇതൊന്ന് പിടിച്ചേ. അവക്ക് അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ, വാ. ഇയാള് ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടാ ഈ പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിക്ക്. ആദ്യം ലേഡീസ് പോട്ടെ. അതിനുശേഷം ലേഡീസ് പോയിക്കോട്ടെ. അവര് പോയിക്കോട്ടെ. അതിനെന്താ? ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ? നിങ്ങൾ എവിടേക്ക് ഈ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെയാണോ ഫുഡ്? ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലേ? പിന്നെ റിഹേഴ്സൽ സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും.
കവികനല്ല കലാകാരനല്ല ഞാൻ കേവലം നിങ്ങളെ പോലൊരുവൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്, ആ. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറും ഒന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ? ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ, ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. ശാപ്പാട്, ശാപ്പാട്, ശാപ്പാട്. ശാപ്പാട്. 4 നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും, റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാടാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതീനല്ല, കലാകാരനോ അല്ലെ, പിന്നെ നിങ്ങൾ ആരാ? പിച്ചക്കാരൻ. പോയി ഫുഡ് അറേഞ്ച് ചെയ്തു. എന്ത് ഫുഡ് അറേഞ്ച് ചെയ്യും? ഫുഡ് അറേഞ്ച് ചെയ്യും, ഫുഡ് അറേഞ്ച് ചെയ്യും. വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച് ചെയ്യും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ? അടിച്ചെന്നിട്ട് ചവിക്കുറ്റിയാൻ കളയും ഞാൻ. ആ മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവരെ. നാണക്കേടായി പോയി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലുവിളിച്ചിട്ട് അവന്മാര് പുല്ല് പോലെ അങ്ങ് പോയില്ലേ. നമ്മുടെ നേരെ ചൂണ്ടിയ കൈവെട്ടാൻ ഞാൻ ഓങ്ങിയതാ ചേട്ടനൊരാള് കാരണമാ. എടാ ശ്രീധരൻ ഉണ്ണി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. എടാ മരക്കഴുതേ, ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവരാരാണെന്ന് അറിയണം. എന്നിട്ട് കൈയല്ല തല വേണേലും വെട്ടാം. ഏത് കുഞ്ഞന്മാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തോ കള്ളക്കളിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് മാടശ്ശേരിക്കാരെ പോരിന് വിളിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ? അവന്മാരാരാണെന്ന് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം. അല്ല, ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അതുകൊള്ളാം, ബെസ്റ്റ് ഐഡിയ. എടോ, ആ തെണ്ടികൾ രണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ഗീതുവുമായി അവർക്കുള്ള ബന്ധം എന്താണെന്നും അറിയണം. അതറിഞ്ഞിട്ടേ തനിക്ക് ഇവിടുന്ന് ജലപാനം പോലെ ഉള്ളൂ. മനസ്സിലായോ? കോടാവയറേ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അനിത ഇതൊക്കെ ഒപ്പിച്ചത്. പിള്ളച്ചേട്ട അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവം വരെ ഒന്നിനും എടുത്തു ചാടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ പറഞ്ഞേക്ക്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാല് പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. നിർത്തടാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങന്ന്. കണ്ണി കണ്ടവരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ. അതെന്താ, നിനക്ക് വല്ല മാറാ രോഗം? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവതി, നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവിയുണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നെന്നുള്ളത് നേരാ. പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതോ കല്യാണവും കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രേമാണ് ഇപ്പൊ കുടുംബിനെ കൊണ്ട് നിൽക്കുക. എങ്കിൽ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി മുഹൂർത്തം നോക്കിക്കട്ടെ. മുഹൂർത്തം നോക്കിച്ചോ. കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹത്തിന്റെ. കുഞ്ഞീഷ്ണൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒക്കെ ഞാൻ അറിഞ്ഞൂട്ടോ. എന്നോടൊന്നും വിളിക്കണ്ട. ആരാ ഇത് പറഞ്ഞത്? പുതുമണവാളൻ. പുതുമണവാളൻ. അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. ബാനിച്ചേച്ചി പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്. സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്ക് ഇഷ്ടായിട്ടോ. നീ ഇത് എവിടെ പോയിരിക്കേ? നോക്കി, ആ ഗാനഭൂഷണങ്ങൾ കാണാതെ പൊക്കിയതാ. എങ്ങനെയുണ്ട്? ഇത് അവന്മാരെ പോലെ ഒന്നല്ല, നല്ല ശ്രുതിയാ. മണ്ണും കട്ട. അവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ അതിലൊരുത്തം വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ. നായരോ? എന്നുവെച്ചാ എന്തുവാടി? ഹസ്ബൻഡ്. ആരോടും പറയരുത് നീ പ്രേമത്തിൽ നീ വരഹസ്യം. ആരോടും പറയരുത് നീ പ്രേമത്തിൽ നീ വരഹസ്യം. നമ്മുടെ വരവേതായാലും ഗംഭീരമായി.
അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, പിന്നെ? എന്നെ കുറിച്ച്. മതിപ്പ് മാത്രമല്ലടാ, അവക്കിപ്പോ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ നിന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പർ ഒന്നും ഇവിടെ വേണ്ട. എടാ, എല്ലാവരും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ കോടീശ്വരനാ. എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ല, നിർത്താൻ എനിക്കറിയാം. ഗീതു, രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങൂ. പോകാൻ. ദേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും താൻ അന്വേഷിക്കണ്ട. താനിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കുളമാക്കി കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? എടാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്തുവേണോ ആയിക്കോ. അവളുടെ സ്വത്തടിച്ചു മാറ്റുകയോ അതിന്റെ പകരം എനിക്ക് തരികയോ എന്തുവേണോ ചെയ്തോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പ് തേനെ, പാല്, ചക്കരെ എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കണം. അതാണ്ടാ ലേഡി സൈക്കോളജി. പിന്നെ കൂടുതൽ കുളാവുന്നതിന് മുമ്പ് പോയി പിണക്കം തീർക്കടാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ഏ ആ ആ മോള് വന്നൂന്നറിഞ്ഞു. ഒന്ന് കണ്ടേച്ചു പോവാൻ വന്നതാ. മോക്ക് അങ്കിളിനോട് പിണക്കൊന്നുമില്ലല്ലോ? ഞാൻ എന്തിനാ വക്കീലങ്ങളോട് പിണങ്ങുന്നേ? എല്ലാം എന്റെ തലയിലെഴുത്ത്. അനുഭവിച്ചല്ലേ പറ്റൂ. ഇത് വിധിയല്ലേ മോളെ, ചതിച്ചതാ. എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ചതിച്ചതാ. അതുകൊണ്ടാ പഠിച്ച നിയമം മുഴുവൻ പയറ്റി നോക്കിയിട്ടും എനിക്ക് അവനെ രക്ഷിക്കാനാവാതെ പോയത്. കോടതി പോലും നമ്മളെ ചതിച്ചില്ലേ മോളെ? എന്തിനാ വക്കീലെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണേ? എല്ലാം മറന്നു വരിക. അവൾ അറിയണോടോ, അവളെല്ലാം അറിയണം. കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ. അവരെല്ലാരും കൂടെ ചേർന്ന് ഇവളെ കൊല്ലാനും മടിക്കില്ല. നീ ഇവിടെ ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന അപകടമാണ്. ഇവിടെ നീ നിൽക്കണ്ട, പൊയ്ക്കോ. ഇവിടെ ഇവൾക്കൊരാപത്തും വരില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? വക്കീൽ ചെന്നാട്ടെ, സമയം ഒരുപാടായി. എന്നാൽ അങ്കിള് പോയിട്ട് വരാം മക്കളെ. മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട, അകത്തേക്ക് പോയിക്കോളൂ. ചെല്ല്. ആരാ ആരാ അത്? വക്കീൽ എങ്ങോട്ടായി രാത്രിയില്? ഞാൻ ഗീതുമോളെ ഒന്ന് കാണാൻ പോയതാ. നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ? വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കുന്ന നല്ലത്. മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയി തല്ലുക, ഉരുട്ടുക, എന്ത് വെള്ളം ചെയ്തോ. അല്ലാതെ ഒരു ടോർച്ചും തെളിച്ചോണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ? സോറി.